അമ്മ സംഘടനയിൽ ക്രമക്കേട് നടക്കുന്നതായി നടി മാല പാർവതി പറഞ്ഞു. സ്റ്റീഫൻ ദേവസിയുടെ പരിപാടിയുടെ പേരിൽ തട്ടിപ്പ് നടത്തി സ്റ്റീഫൻ ദേവസി അമ്മയ്ക്ക് വേണ്ടിയുള്ള പരിപാടിക്ക് ഇത്രയും തുക വാങ്ങില്ലെന്നും അവർ പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ ജനറൽ ബോഡിയിൽ അതിന്റെ മുൻപത്തെ വർഷത്തെ വരവ് ചെലവ് സംബന്ധിച്ച് കണക്കുകൾ കാണിച്ചിരുന്നില്ല. ഇന്റേണൽ ഓഡിറ്റ് നടത്തി റിപ്പോർട്ട് തരുമെന്നായിരുന്നു പറഞ്ഞിരുന്നതെന്നും താരം വ്യക്തമാക്കി. നടി മാല പാർവതിയുടെ പ്രതികരണത്തിലേക്ക്. സ്പോൺസർഷിപ്പ് നടത്തതിനെ കുറിച്ച്, അവിടെ നടന്ന പല പ്രോഗ്രാംസിന് കൊടുത്ത കാശിനെ കുറിച്ച്. ഫോർ എക്സാമ്പിൾ, സ്റ്റീഫൻ ദേവസ്യ അദ്ദേഹത്തിന് 13.5 ലക്ഷം രൂപയാണ് അവിടെ നിന്ന് എഴുതിയെടുത്തിരിക്കുന്നതെന്ന് പറയുന്നു. അദ്ദേഹത്തിന് അത്രയും പണമില്ല എന്നാണ് അറിയുന്നത്. അനുവാദമില്ലാതെയാണ് പോലും അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം വെച്ചത് എന്ന് അൻസിബ ആരോപിക്കുന്നുണ്ട്. 13.5 ലക്ഷം രൂപ അദ്ദേഹത്തിന് ഇല്ല. അതുപോലെ ചോദിക്കുന്നവർക്ക് പൈസ കുറച്ച് കൊടുക്കുന്ന ഒരാളുമാണ്. തീർച്ചയായിട്ടും അമ്മയുടെ ഒരു പൈസയ്ക്ക് അത്രയും വാങ്ങിക്കാണില്ല എന്ന് പറയുന്നവരുണ്ട്. അതുപോലെ അതിനകത്ത് ഓഡിയോ വിഷ്വൽ സാധനങ്ങൾ ചെയ്തതും അതൊക്കെ കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ ബന്ധുക്കൾക്കും അവർക്ക് പരിചയക്കാർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനൊരു നീതികേടുണ്ട്, ഫേവറിറ്റിസം ഉണ്ട് എന്ന് ആരോപണമുണ്ട്. പിന്നെ ചില അവിടെ പരിചയമുള്ളവരുടെ ക്ലയൻസിന് അവർ കൊണ്ടുവരുന്ന ചില ആൾക്കാർക്ക് പണത്തിൻ്റെ, ഇപ്പം നമുക്ക് ഒരു പണം 10 ലക്ഷം രൂപ, 20 ലക്ഷം രൂപ, 50 ലക്ഷം രൂപ കിട്ടുന്ന പണത്തിനനുസരിച്ചാണല്ലോ സ്പേസ് കൊടുക്കുന്നതും കോ സ്പോൺസേർഡ് ആണോ പവേർഡ് ബൈ ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഇതല്ല, പരിചയത്തിൻ്റെ പുറത്താണ് അവർക്ക് സ്പേസ് കൊടുക്കുന്നത്. അത് ശ്രീ ദല്ലാൽ നന്ദകുമാർ അടക്കം പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 75 ലക്ഷം രൂപ കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ മെയിൻ സ്പോൺസർ എന്ന് പറഞ്ഞെങ്കിലും അതിനകത്ത് പടം വന്നത് വേറെ ആൾക്കാരുടെയാണെന്ന്. അപ്പോൾ ഈ തരത്തിലുള്ള സംഘടനയ്ക്ക് ഭാവിയിൽ സാമ്പത്തികമായി പണം വരാൻ സാധ്യതയുള്ള വഴികൾ അടയ്ക്കുകയാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ക്യാമറ തിരിമറിയുണ്ടെന്ന് ആരോപണമുണ്ട്. അതും അവർ പ്രൂവ് ചെയ്യേണ്ടതാണ്. ശ്രീ മോഹൻലാലിൻ്റെയും ശ്രീ മമ്മൂട്ടിയുടെയും ഒക്കെ മുഖം കാണിച്ച് വാങ്ങുന്ന പൈസയാണ്. അപ്പോൾ അതിനൊക്കെ ഒരു മാന്യതയും ബഹുമാനവും കൊടുക്കണം. അതൊന്നും ആർക്കും അങ്ങനെ കൊണ്ടുപോകാനുള്ളതൊന്നും അല്ല. ഏത് തരത്തിലുള്ള തിരിമറിയാണെങ്കിലും പാവപ്പെട്ട അമ്മമാർക്ക് കിട്ടേണ്ട പണമാണ്, പാവപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് കിട്ടേണ്ട പണമാണ്, അവർക്ക് നാളെ ഭാവിയിൽ ചികിത്സയ്ക്ക് വേണ്ട പണം. എനിക്ക് കഴിഞ്ഞ വർഷത്തെ ജനറൽ ബോഡിയിൽ അതിൻ്റെ മുമ്പത്തെ വർഷത്തെ പണം അതിൻ്റെ കണക്കുകൾ കാണിച്ചിരുന്നില്ല ജനറൽ ബോഡിയിൽ. അപ്പോൾ അത് ഇൻറ്റേർണൽ ഓഡിറ്റ് നടത്തി ഞങ്ങൾക്ക് തരുമെന്നായിരുന്നു കഴിഞ്ഞ ജനറൽ ബോഡി പറഞ്ഞത്. അത് ഇതുവരെ നടന്നിട്ടില്ല. അത് നടത്താൻ വേണ്ടിയാണ് ശ്രീ ഉണ്ണി ശിവപാലിന് അവിടെ ഒരു ക്യാബിനൊക്കെ കൊടുത്തിരുന്നത്. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ എത്തിയിട്ടില്ല.